ഹായ്, എല്ലാവർക്കും സ്വാഗതം. ഇന്നിവിടെ ബ്രെഡും മുട്ടയും ഉപയോഗിച്ച് എളുപ്പത്തിൽ തയ്യാറാക്കുന്ന ടീ സ്നാക്കാണ് ഉണ്ടാക്കുന്നത്. അതെങ്ങനെയാണെന്ന് നോക്കാം. ആവശ്യമായ മുട്ട പുഴുങ്ങി വെച്ചത്, നിങ്ങളുടെ ആവശ്യത്തിനനുസരിച്ച് ബ്രെഡ് ആവശ്യത്തിനനുസരിച്ച്, സവാള ചെറുതായി അരിഞ്ഞത്, പച്ചമുളക് ചെറുതായി അരിഞ്ഞത് എരിവിനനുസരിച്ച്, മുളക് പൊടി ആവശ്യത്തിന്, കുരുമുളക് പൊടി ആവശ്യത്തിന്, ഉപ്പ് ആവശ്യത്തിന്. ഞാനിവിടെ 4 മുട്ട പുഴുങ്ങി വെച്ചതാണ്. അത് കട്ട് ചെയ്തെടുക്കണം. കട്ട് ചെയ്ത് നന്നായിട്ട് പൊടിച്ചെടുക്കണം. ഇത് കൈവച്ച് കട്ട് ചെയ്യുക. വേണമെങ്കിൽ മിക്സിയിൽ വെച്ച് ഒന്ന് പൊടിച്ചെടുക്കാം, അല്ലെങ്കിൽ സ്പൂൺ വെച്ച് നന്നായി ഉടച്ചെടുക്കാവുന്നതാണ്. ഞാനിപ്പോൾ റെഡിയാക്കി വെച്ച മുട്ടയാണിത്. മഞ്ഞയും വെള്ളയൊക്കെ നന്നായിട്ട് ഒന്ന് സ്മാഷ് ചെയ്തെടുത്തതാണ്. ഒരു പാൻ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. അതിൽ കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കാം. അതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാള ചേർക്കാം. സവാള ഒന്ന് ചെറുതായിട്ടൊന്ന് മൂത്ത് കിട്ടണം. നന്ന ബ്രൗണിഷ് കളറൊന്നും ആവണ്ട, ഒരു ചെറുതായി ഒന്ന് മൂത്താൽ മതി. ഞാനിപ്പോൾ വലിയ 2 സവാളയാണ് എടുത്തിട്ടുള്ളത്. കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം. ഒന്ന് മൂത്ത് വരട്ടെ, അതുവരെ ഒന്ന് വെയിറ്റ് ചെയ്യാം. ഇപ്പോൾ കുറച്ച് മൂത്തിട്ടുണ്ട്. നന്നായി ഇതാകണ്ട. പച്ചമുളക് ചേർത്ത് കൊടുക്കാം. ഇളക്കി കൊടുക്കാം. അതിലേക്ക് 1 ടീസ്പൂൺ കുരുമുളക് പൊടി. ഇതൊക്കെ എരിവ് അനുസരിച്ചാണ്, നിങ്ങളുടെ എരിവ് അനുസരിച്ചിട്ട് ചേർക്കാം. ഞാനിപ്പോൾ 1 ടീസ്പൂൺ കുരുമുളക് പൊടി എടുത്തിട്ടുണ്ട്. പച്ചമുളക് 4 എണ്ണം എടുത്തിട്ടുണ്ട്. അതിലേക്ക് മുളക് പൊടി ചേർത്ത് കൊടുക്കാം. മുളക് പൊടി 1 ടീസ്പൂൺ ചേർത്തിട്ടുണ്ട്. ഒന്ന് ചെറുതായി ഒന്ന് മൂക്കട്ടെ മസാലപ്പൊടികൾ. ഇനി തീ കുറച്ച് ചെറുതാക്കി വെച്ച് സിമ്മിൽ വെച്ചിട്ട് മുട്ട ചേർത്ത് കൊടുക്കാം. ഇല്ലെങ്കിൽ മുട്ട പെട്ടെന്ന് ഡ്രൈ ആയി പോകാൻ ചാൻസ് ഉണ്ട്. മുട്ട ചേർത്ത് കൊടുക്കാം. ചെറുതായി തീ സിമ്മിൽ വെക്കണം. ഇതൊന്നും മിക്സിയിൽ തന്നെ ചെയ്യണമെന്നില്ല. മിക്സി അല്ലാണ്ട് നിങ്ങൾക്ക് സ്പൂൺ വെച്ച് നന്നായിട്ട് ഒന്ന് ഉടച്ചെടുത്താൽ മതി. ഒരു കോർക്കുണ്ടെങ്കിൽ അതിൽ കൊണ്ട് നന്നായിട്ടൊന്ന് സ്മാഷ് ചെയ്തെടുക്കാം. ചെറിയ തീയിൽ ഒന്ന് ഇളക്കി കൊടുക്കാം. ഇതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം. കുറച്ച് വെള്ളം മതി. അതിൻ്റെ ഒരു കൺസിസ്റ്റൻസി നല്ലൊരു തിക്കായിട്ടൊന്ന്, അതിൻ്റെ മഞ്ഞയൊക്കെ നന്നായിട്ടൊന്ന് ഒന്നിച്ച് പിടിക്കാൻ വേണ്ടിയിട്ടാണ് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്തത്. വെള്ളത്തിന് പകരം ഓയിൽ ഒഴിച്ച് കൊടുത്താലും മതി. ഫില്ലിങ് റെഡി ആയിട്ടുണ്ട്. ഇനി തീ ഓഫ് ചെയ്യും. അടുത്തതായി ബ്രെഡ് ഞാൻ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. 4 സൈഡ് കട്ട് ചെയ്ത് വെച്ച ബ്രെഡാണിത്. അതൊരു 1 കപ്പിലെ വെള്ളത്തിലേക്ക് മുക്കി നന്നായിട്ട് പിഴിഞ്ഞെടുക്കാം. മുഴുവൻ വെള്ളം പോകുന്ന രീതിയിൽ നന്നായിട്ട് പിഴിഞ്ഞെടുക്കണം. പൊട്ടാൻ പാടില്ല. അതിലേക്ക് ഫില്ലിങ് വെക്കാം. 4 സൈഡും നന്നായിട്ട് മൂടത്തക്ക രീതിയിൽ അതൊന്ന് പൊതിഞ്ഞെടുക്കാം. ഒരു റൗണ്ട് ഷേപ്പ്, ഏകദേശം റൗണ്ട് ഷേപ്പ് കിട്ടിക്കഴിഞ്ഞാൽ ഒരു ബ്രെഡ് ക്രംസിലേക്ക് മുക്കി നന്നായിട്ട് എടുക്കാം. അപ്പോൾ നന്നായി ഉടയാത്ത രീതിയിൽ നമുക്കത് റൗണ്ട് ഷേപ്പിൽ ബോളായിട്ട് കിട്ടും. അതിന് ചൂടായ എണ്ണയിലേക്ക് ഇട്ട് ഫ്രൈ ചെയ്തെടുക്കാം. ഞാൻ ഡീപ് ഫ്രൈ ചെയ്യുന്നില്ല, ഷാലോ ഫ്രൈ ആണ് ചെയ്യുന്നത്. അതുകൊണ്ട് അധികം ഓയിൽ ഉപയോഗിക്കുന്നില്ല. ജസ്റ്റ് കുറച്ച് എണ്ണ മാത്രം ഒഴിച്ചിട്ടാണ് ചെയ്യുന്നത്. ഇതുപോലെ ഓരോന്നായിട്ട് വെക്കാം. ഒരു സൈഡ് മൂത്ത് കഴിഞ്ഞാൽ തിരിച്ചിട്ട് കൊടുക്കാം. റെഡ് എഗ് ബോൾ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് നല്ലൊരു ടീ സ്നാക്കാണ്. കുട്ടികൾക്ക് നന്നായിട്ട് ഇഷ്ടപ്പെടും.
എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അഭിപ്രായങ്ങളുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. താങ്ക്